ഹലോ ഹായ് നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആൻഡ് മൈ നെയിം ഇസ് ഹഗദാഫി. ഇപ്പോൾ സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 7:35 ആയിട്ടുണ്ട്. ഇച്ചിരി ലേറ്റായി പോയി നമ്മളിവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഫുൾ ഓൺ എനർജറ്റിക് ആയിട്ട് ഇവിടെ എത്തി നിൽക്കുന്നത് അങ്കമാലിയിലുള്ള കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഈ വീട്ടിൽ ആരാണ് താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെലിബ്രിറ്റീസാണ്. ഈ സെലിബ്രിറ്റീസിൻ്റെ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആദ്യമായിട്ട് ഒരു ഹോം ടൂർ ചെയ്യാൻ പോവുകയാണ്. ബാക്കി ഹോം ടൂർ വിശേഷങ്ങളൊക്കെ അകത്ത് ചെന്നിട്ട് ഓക്കെ. അപ്പോൾ ഐശ്വര്യമായിട്ട് വളരെയധികം ഐശ്വര്യമായിട്ട് ഞാൻ മുട്ടാൻ പോവാണ്. മുട്ടയും തുറക്കപ്പെടുമെന്നാണല്ലോ. മുട്ടട്ടെ. ഹലോ ഹായ് എന്തല്ല സുഖമായിട്ടിരിക്കുന്ന ചേച്ചി? ഹാപ്പി ന്യൂ ഇയർ. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അകത്തേക്ക് പോയിട്ട് ആയാവുന്ന കഴിക്കാൻ വന്നിട്ട് കണ്ട കഴിച്ചിട്ടാ വന്നത്. അല്ല ഞാനൊരു ഫോർമാലിറ്റിക്ക് പറഞ്ഞാ നിങ്ങൾ എടുത്തോ. കുഴപ്പമില്ല. നല്ല വിശപ്പുണ്ട്. പക്ഷെ ഈ 7:30 മണി നമ്മൾ 6 മണിയാ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇച്ചിരി ട്രാഫിക്കും ബഹളമൊക്കെ കാരണം ഇച്ചിരി ലേറ്റ് ആയി. പക്ഷെ നമുക്ക് എനർജിക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ എനർജറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. അത് ചോദിച്ചപ്പോഴാ ചേട്ടാ ഈ എനർജിയുടെ പിന്നിലുള്ള രഹസ്യം എന്താ? നീത അത് ചേച്ചിയുടെ എനർജിയുടെ പിന്നിലുള്ള രഹസ്യം എന്താ? ചേട്ടനാണ് പഠിച്ചു വെച്ചതാ. എന്നാ കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ വീടിന്റെ വിശേഷമാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. കുറ്റം പറയരുതല്ലോ ചേട്ടാ, നല്ല കിടിലൻ വീടാണ്. നിങ്ങളുടെ ഉണ്ട്. അത് പിന്നീട് നിങ്ങളുടെ വിശേഷങ്ങൾ പറയണം. ഈ പറഞ്ഞ വീടിന്റെ വിശേഷങ്ങൾ പറയണം. ഇപ്പൊ സ്ഥലം വരുന്നത് നമ്മളുടെ അങ്കമാലി കിടങ്ങൂർ എന്നുള്ള സ്ഥലത്താണ്. പ്രോമിച്ചേട്ടന്റെ വീട് എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആൾ അറിയും. ആക്ച്വലി ഞാൻ പറഞ്ഞ തറവാടാണ് ഞങ്ങളുടെ. സോ അപ്പച്ചൻ ഞങ്ങൾക്ക് ബിസിനസ് ആണ് അങ്കമാലി ടൗണില്. സോ അപ്പച്ചൻ അതുകൊണ്ട് ഞങ്ങളെ ഓൾമോസ്റ്റ് ഇവിടെ എല്ലാവരും അറിയും. അത്യാവശ്യം എല്ലാവരും അറിയും. ചെറിയ മക്കള് ജനിച്ചു വളർന്ന വീടാത്. നല്ല പാരമ്പര്യം ഉണ്ട് അപ്പൊ വീടിന്. ചേട്ടനൊക്കെ ഇവിടെയാണ് കളിച്ചു വളർന്നത്. 9 മക്കൾ ഇവിടെയാണ് വളർന്നത്. ഞാനാണ് ഏറ്റവും ഇളയത് അതിനകത്ത്. ഓക്കെ, എന്തായാലും കൊള്ളാം. നമ്മള് കയറി വരുന്ന സമയത്ത് ലിവിംഗ് റൂമാ. നമുക്ക് മൊത്തം കണ്ടാലോ? ഈ ലിവിംഗ് റൂമിലേക്ക് കടന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോ ആണ് നിങ്ങൾ പിടിച്ചത്. ചേട്ടന്റെ ടീഷർട്ട് ചേച്ചി വന്നതിന് ശേഷമാണ് ഇന്റീരിയർ ഒക്കെ ചെയ്തത്. അങ്ങനെയല്ല, ഞങ്ങള് ഒരു 10 വർഷം മുൻപ് അല്ലെ ചെറുതായിട്ട് ഒരു എക്സ്റ്റീരിയർ ഒക്കെ ഒന്ന് മാറ്റി കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. ഈ ലിവിംഗ് റൂമിലേക്ക് കിടക്കുന്ന സമയത്ത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രാത്രിയാണ് വന്നുകൊണ്ട് നമ്മള് ഈ മേലെ തൂക്കിയിരിക്കുന്ന ഈ ലൈറ്റ് ആണ്. അത് ഞങ്ങള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു തീം കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് അന്വേഷണം കിട്ടിയതാ. ചേച്ചിയുടെ ഐഡിയ ആയിരുന്നു ഈ ലൈറ്റ്. എന്റെ സെലക്ഷൻ ആയിരുന്നു. ആക്ച്വലി ഇത് എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് പറഞ്ഞാൽ ഇതാണ് അവിടെ കറക്റ്റ് ആയിട്ട് പോണേന്ന് പറഞ്ഞു. പക്ഷേ ഈ റൂമിലേക്ക് കിടക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് അതിനുശേഷം അത് തന്നെ എല്ലാവരും പറഞ്ഞു. എല്ലാവരും വരുമ്പോ തന്നെ എല്ലാരും പറയും ഇത് നല്ലതാ, നല്ല ഭംഗിയുണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രോമിയോട്, ഇപ്പൊ കണ്ടില്ല എന്റെ സെലക്ഷൻ മോശമല്ല. ചേച്ചിയുടെ സെലക്ഷൻ അല്ലെങ്കിൽ മോശമല്ലല്ലോ. അങ്ങനെ എന്റെ സെലക്ഷനേക്കാൾ കൂടുതൽ ആക്ച്വലി ഞാനല്ലേ സെലക്ട് ചെയ്തത്. മോശമാവല്ലേ? എന്റെ അപ്പച്ചന്റെ സെലക്ഷനാ. ആണോ? ചേച്ചിയല്ല സെലക്ട് ചെയ്ത്? അപ്പച്ചനാണോ? എന്നെക്കാളും കൂടുതൽ എന്റെ അപ്പച്ചനാണ് ശരിക്കും പ്രോമിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എന്നെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ ഇഷ്ടമല്ലേ? ഇപ്പൊ ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങളെ റൊമാൻസ് ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട് റീൽസിലൊക്കെ. അത്ര ഇഷ്ടമൊന്നല്ല, ഞങ്ങള് ഒന്നങ്ങനെ തിരിഞ്ഞ അപ്പടി. ഇതാണ് റീൽസിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതല്ല ജീവിതം. അതിന്റെ പിന്നാമ്പുറത്ത് ഒരു ജീവിതം ഉണ്ട് മോനെ. അതാണ് ജീവിതം. അത് ഞങ്ങൾ ഇന്ന് കൊറേ തുറന്നു കാണിക്കാം അല്ലെ? കുറച്ച് തുറന്നു കാണിക്കാം. എനിക്കൊരു അവസരം കിട്ടാൻ ഞാൻ നോക്കിക്കാറുണ്ട്. തുറന്നു കാണിക്കാനാണ്. തുറന്നു കാണിക്കാം ചേട്ടാ. സമ്മതിക്കില്ല. അപ്പൊ നമുക്ക് ബാക്കി കാണാമല്ലോ. ഇപ്പൊ ഒരു സീബ്ര ഒരു മോഡലാണ് നിങ്ങൾ സോഫ ചെയ്താക്കുന്നത്. ഇതൊരു പഴയ വീട് ആയതുകൊണ്ട് വീട് നമ്മുടെ പഴയ വീടിനൊക്കെ ഹാളിലേക്ക് തന്നെയാണ് ബെഡ്റൂമിന്റെ വാതിലുകളൊക്കെ വരാറ്. അതേപോലത്തെ ഒരു മോഡലായിരുന്നു. അപ്പൊ ചെറിയ റിനോവേഷൻസ് ഒക്കെ നടത്തിയപ്പോ ഞങ്ങൾ അതൊന്ന് മാറ്റി. ബെഡ്റൂംസ് ഒക്കെ ഹാളിൽ നിന്ന് ഇല്ലാത്ത രീതിയിലേക്ക് ആക്കി. ആക്ച്വലി ഈ ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ആണ്. അതിന്റെ എൻട്രൻസ് ഇവിടെ ആയിരുന്നു. ഒന്ന് മാറ്റി ഞങ്ങൾ അങ്ങടേക്ക് മാറ്റി. പ്രൈവസി മറച്ചു. അതുപോലെ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അവിടുത്തെ എൻട്രൻസ് ആക്ച്വലി ഇവിടെ ആയിരുന്നു.
അത് ഞാൻ ഒന്ന് അങ്ങോട്ടേക്ക് ആക്കി. അങ്ങോട്ട് ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയപ്പോ ഞങ്ങളൊന്ന് എന്താ പറയുക ലേറ്റസ്റ്റ് സ്റ്റൈൽ വീട്ടിലേക്ക് ആക്കി. ഓക്കെ, നന്നായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം. എന്ന് നമ്മളിവിടെ കാണും ഉരുളിയൊക്കെ കമത്തി വെച്ചിട്ടുണ്ടല്ലോ. ഇത് ആ ഉരുളിയുടെ ശരിക്കും കഥ പറഞ്ഞാൽ അത് എന്റെ അമ്മയ്ക്ക് ശ്രീധരൻ അല്ല അമ്മ കൊണ്ടുവന്ന അപ്പച്ചന് അമ്മ കൊണ്ടുവന്നല്ല, അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. ശ്രീധരൻ പറയാൻ പാടില്ല. ഓക്കെ, അല്ല, അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പഴയ ഇവിടെ ഇവർക്ക് നെല്ലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, പാടവും നെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മ അന്ന് നെല്ല് പുഴുങ്ങിയിരുന്നത് അല്ലെങ്കിൽ അന്ന് ശരിക്കും നല്ലോണം യൂസ് ചെയ്തിരുന്ന ഉരുളിയാണത്. അപ്പൊ അത് ഉപയോഗിച്ച് അതിന്റെ നിറമൊക്കെ പോയി, നമുക്കറിയാലോ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ നിറമൊക്കെ പോയി. പക്ഷെ അതൊന്ന് പോളിഷ് ചെയ്തെടുത്തപ്പോ ഇത്രയും നല്ല ഫിനിഷിംഗിൽ കിട്ടിയത്. നല്ല ഫിനിഷിംഗ്. ഇതിന്റെ ഉള്ളിൽ എന്താ നിങ്ങൾ ഇട്ടേക്കുന്ന കല്ലോ? അത് ഒരു ക്രിസ്മസ് ആയ കാരണം ചുമ്മാ അങ്ങനെ ഒരു ഡെക്കറേഷൻ അങ്ങനെ ഇട്ടു. യൂഷ്വലി ഞങ്ങൾ അതിൽ വെള്ളം ഒഴിച്ചു വെക്കാറാണ് അത്, ഫ്ലവേഴ്സ് ഒക്കെ ഇട്ട് നല്ല രസമാണ്. ഓക്കെ, ഇതിന് തൊട്ടരിയതായിട്ട് നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഇരിപ്പുണ്ട്. ഭക്തിമാർഗത്തിന്റെ ആൾക്കാരാണ് നിങ്ങൾ? സത്യക്രിസ്ത്യാനികളാണോ? അല്ല, അത് സത്യക്രിസ്ത്യാനികളാണ്, ഭക്തിമാർഗമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഇത് ട്രാവൽ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ഒരു സാധനം കൂരിയോ എന്തെങ്കിലും മേടിച്ചിക്കണം എന്നുള്ള ഇതൊരു സ്വഭാവമാണ്. ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഇത് എന്തെങ്കിലും മേടിച്ചോണ്ടിരും. വായിക്കുന്നതൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെക്കും, ഡെക്കറേറ്റ് ചെയ്യും. ഡിസ്പ്ലേഡ് ആണ് നിതയുടെ പരിപാടികൾ. അതൊക്കെ നിതയുടെ ഹോബീസ് ആണ് അതൊക്കെ. പിന്നെ നമ്മൾ ക്രിസ്മസ് ആകുമ്പോ ക്രിസ്മസിന്റെ എല്ലാ പ്രാവശ്യവും ക്രിസ്മസ് സെലിബ്രേഷൻ വരുമ്പോൾ നമുക്ക് ഒരു ക്രിസ്മസിന്റെ ഒരു മൂഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടു. ഡെക്കറേറ്റഡ് ആണ്, ഫുൾ ഡെക്കറേഷന്റെ ആളാണ്. ഇനി ഇതാ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫോട്ടോസ് ഒക്കെ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഇത് കൊള്ളാം. ഇളയ മോന്റെ ഹോളി കമ്മ്യൂണിയൻ കുർബാന കേൾക്കുളപ്പാടിന് എടുത്ത ഫോട്ടോയാണ്. എന്ത് മോഡൽ ഫോട്ടോഷൂട്ടാണോ? അതെ, ഫോട്ടോഷൂട്ടിന്റെ ആണ്. അതും ഇതൊക്കെ ഫോട്ടോഷൂട്ടിന്റെ ആണ്. ഇതൊരു ഓണത്തിന് എടുത്ത ഫോട്ടോയാണ്. ഇതൊക്കെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലല്ലേ? ചേട്ടാ നല്ല പ്രൗഢിയുള്ള ഇരിപ്പ്. ഇതേപോലെ തന്നെ എപ്പോഴും ഇരിക്കാൻ പറ്റട്ടെ. ചേച്ചി പണ്ടേ മോഡലാണ്. ഇതാണ് നമ്മളെ രണ്ട് പിള്ളേരല്ലേ? ഈ പിള്ളേര് വളർന്ന് വലുതായി ഈ പരുവത്തിൽ എത്തി അല്ലേ? ഓക്കെ, വിളിക്കാം. വിളിക്കാം, ഒന്നോട്ടെ. പിള്ളേരെ എവിടെ? പക്ഷെ ഇയാൾക്ക് പൊക്കം കൂടുതലല്ലേ? അവിടെ അങ്ങനെ നിങ്ങൾ പണ്ട് തന്ന പോലെ നിൽക്കാമോ നിങ്ങൾ രണ്ടുപേരും? ശരിയാ, പൊക്കം കൊണ്ടൊക്കില്ല. എന്തായാലും കൊള്ളാം പിള്ളേരെ. പക്ഷെ ഇത് തുറന്നു പറയണല്ലോ, അതായത് ഇവര് നിർത്തിക്കൊണ്ട് പറയല്ലോ. നല്ല നീറ്റ് ആയിട്ടാണ് ഇവര്. ഇതെങ്ങനെയുണ്ട് ചേച്ചി? ഇഷ്ടമായില്ലേ? അത്രേ ഉള്ളു. ഫുഡ് കഴിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. പക്ഷെ വളരെ നീറ്റ് ആയിട്ടാണ് ഇവര് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഹോം ടൂർ ചെയ്യുകയാണ്. പക്ഷെ വന്നപ്പോഴാണ് പറഞ്ഞത്. പക്ഷെ നന്നായിട്ട് ഇവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചേച്ചിക്കാണോ ക്രെഡിറ്റ് അല്ലെങ്കിൽ ചേട്ടനാണോ ക്രെഡിറ്റ്? ഈ പിള്ളേർക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ അതില്? ഞങ്ങളോടൊരു 16 പ്രാവശ്യം പറയുമ്പോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും. അപ്പൊ കുഴപ്പമില്ല. സാധാരണ ഈ പിള്ളേരൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഈ ഫുൾ കുത്തിവരെയും അതും ഇതൊക്കെ ചെറുപ്പത്തിലെ മുതൽ ആ സ്വഭാവം ഇല്ല. വരയ്ക്കല് അതൊന്നും ഉണ്ടായിരുന്നു. തുടക്കത്തിലേ നമ്മള് മുളയിലെ നുള്ളി പറഞ്ഞ പോലെ അതൊക്കെ നുള്ളി മാറ്റിയതാണ് ആ സ്വഭാവം. അതുകൊണ്ട് അങ്ങനത്തെ വൃത്തികേടാക്കുന്ന സ്വഭാവമില്ല. ഈ മറ്റേ പെൻസിലും പേനൊന്നും കൈ കൊണ്ട് തുടങ്ങുന്ന സ്വഭാവമില്ല. പഠിത്തത്തിലും ഇല്ല അത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. നമുക്ക് ഇനി ലിവിംഗ് റൂമിലേക്ക് നേരെ ചെല്ലുന്നത്. പിന്നെ എങ്ങോട്ടോ? ലിവിംഗ് സ്പേസിൽ ഒരു സംഭവം ഉണ്ടല്ലോ. ഇത് ആരുടെ ഈ ഗിറ്റാർ? മറുപടി പറയേണ്ടത് താങ്കളാണോ? ഗിറ്റാർ വായിക്കോ? റിച്ചാർഡ് ഞങ്ങള് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ്. അവരതൊന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു മേടിച്ചു കൊടുത്തു. പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അവൻ പഠിച്ചു തുടങ്ങി. ഇവൻ പിയാനോ വായിക്കും നന്നായിട്ട്. പിന്നെ പിയാനോ ഉണ്ട്. അപ്പൊ അവന് ഗിറ്റാറിലൊരു ആഗ്രഹം. പുള്ളിയും അതൊക്കെ തുടങ്ങിയിട്ടത്. എന്റെ മൊത്തത്തില് കലാകുടുംബമാണ് നിങ്ങള്. എടോ, ഈ ഗിറ്റാർ വായിച്ചിട്ട് എത്ര പെമ്പിള്ളേര് വീണ്? സ്കൂളില് ഫാൻസ് ഒക്കെ ഉണ്ടോ? 9-ലായുള്ളൂ. മതിയല്ലോ. ചെറുതാ. ഗിറ്റാർ വായിക്കും ഇപ്പൊ? തുടങ്ങിയുള്ളൂ അവൻ. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ ടി വി ഒക്കെ കാണുന്ന സ്പേസ് അല്ലേ? അത്യാവശ്യം. ഇവിടെ കുറെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ടല്ലോ ചേട്ടന്. റോമി കുര്യാക്കോസ് റെക്കഗ്നിഷൻ ഓഫ് യുവർ സർവീസ് ഇൻ ലീഡർ. ഓ, BNI കമ്പനിയിൽ നിന്ന് കിട്ടിയതാ. അത് BNI ബിസിനസ് നെറ്റ്വർക്ക് ഇന്ത്യ ഇന്റർനാഷണൽ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. സോ അതിന്റെ ഒക്കെയാണ് എല്ലാത്തിലുണ്ട്. നമ്മള് ഇവിടെ അത്യാവശ്യം ഒരു ഫുൾ ഇന്റർനാഷണൽ പരിപാടികളാണ് നമ്മള്. സോഷ്യൽ ബിസിനസ് അല്ല, സോഷ്യൽ സർവീസ് ഉണ്ടോ? സോഷ്യൽ ആക്ടിവിറ്റീസും എല്ലാം ഉണ്ടല്ലോ. കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടോ? അത് നമുക്ക് ഇന്റർവ്യൂല് നമുക്ക് എടുക്കാം, പുറത്തേക്ക് എടുക്കാം. ഇനി ഈ ലിവിംഗ് സ്പേസിൽ നിന്ന് അവിടെ തൊട്ടിലൊക്കെ ഉണ്ടല്ലോ. ആരാ തൊട്ടിലിരുന്ന് ആടുന്ന സ്റ്റെയർ കേസില്? ഇവനാണോ? തൊട്ടിലിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളിത് ഇവിടെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് 2ാമത്തെ ദിവസം ഇത് അന്വേഷിച്ച് ഇവിടെ ഒരാള് വന്നു.
അവരുടെ മൂവിയിലേക്ക് ഈ ഒരു ഇതില് ഒരു സീൻ ഒരു പ്ലാൻ പാട്ടിന്റെ സീനിൽ ചെയ്തിട്ടുണ്ട്. മുഴുവൻ ഈ സാധനത്തിലാ പ്ലാൻ ചെയ്തേ അവര്. ഓ ഓക്കെ. ലാലി, അതില് ലാലി, ശ്വേതമേനൻ കിടക്കുന്ന അതന്നെ. എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യമുള്ളത്? അതില് ശ്വേതമേനൻ കിടന്ന മറ്റേ തൊട്ടില് ഞാൻ ഇരുന്ന ആളല്ല. അത് ഇത് തന്നെ. അത് ഇത് തന്നെയാണ്. എന്നാ ഇത് എന്നിട്ട് ബാക്കി കാര്യമുള്ളൂ. ഇതിലാണ് ആ മറ്റേ പാട്ടില് ശ്വേതാമേനോൻ ഇരുന്ന് ആടുന്നത്. നല്ല തൊട്ടില്ല കേട്ടോ, കൊള്ളാം. ഇനി ബാക്കി സ്റ്റെയർ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പോകുന്നത് ഇനി ഡൈനിങ് ഏരിയയിലേക്കാണ് അല്ലേ? ഓക്കെ. അത് ഞങ്ങൾ 9 മക്കളാട്ടോ കാണിച്ചു തരുന്നത്. ഞങ്ങള് 9 മക്കളും അമ്മയാണ് ആയിരിക്കണേ. ഓക്കെ. ഏറ്റവും ഇളയത് ചേട്ടനാ? ഏറ്റവും ഇളയതാണ് ഞാൻ. ചേട്ടനെ എവിടെ ഏത് ഭാഗത്ത് നിൽക്കുന്നത്? ഏറ്റവും ലെഫ്റ്റില് അല്ലേ? അന്നും ഇന്നും ചേട്ടന് ഒരു മാറ്റമില്ല എന്നുള്ളതാണ് അല്ലേ? അന്ന് സുന്ദരനായിട്ട് ചെറുപ്പക്കാരനായിട്ട് ഇരിപ്പുണ്ട് ഇപ്പോഴും. അത് എത്ര വർഷം മുമ്പുള്ള പടമായിരിക്കും? 2015-ലുള്ളതാണ്. അല്ല 2015-ല, 2009-ലുള്ള അപ്പച്ചൻ മരിച്ച വർഷം. ഓക്കെ. അതിന് തൊട്ട് സൈഡിൽ ഇവിടെ ചേച്ചിയുടെ അതൊക്കെ പെയിന്റിംഗ് ഉണ്ട് അല്ലേ? പെൻസിൽ പെയിന്റിംഗ്. നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ ഇൻസ്റ്റയില് നമുക്ക് ഒരു ഗിഫ്റ്റ് ചെയ്തതാണ് എനിക്കൊരു പെൺകുട്ടി. നമ്മുടെ ഫാനാണോ? ഫാൻസ് ഒരുപാടുണ്ട്. വരച്ചു തന്നതാണ്. കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട്. ചേച്ചി ഇതിൽ ഇന്റർവ്യൂവിന് ഇവിടെ വന്നിരുന്നു ഖദീജ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി വന്നപ്പോ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പ്രിയങ്ക നായരെ പോലെ ഇരിപ്പുണ്ട്. പറയാറുണ്ട് അത് ആ പടത്തിലല്ലേ? കൊള്ളാം കൊള്ളാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിത കുറെ പോണ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോ കറക്കി കൊണ്ടുവരുന്നതാ. ഇത് ക്യാമറ ഇരിപ്പുണ്ടല്ലോ. അതൊരു പഴയ ക്യാമറ അതവര് വെറുതെ അതിനകത്ത് കൊണ്ടുവന്ന് വെച്ചതാ. മുകളിൽ അവന്മാർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയാണത്. ഓ, കൊച്ചി മെട്രോ സഹോദയ സെക്കൻഡ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. എന്തിനാ സെക്കൻഡ് പ്രൈസ് കിട്ടിയേക്കുന്നത്? ഡ്രാമ. ആ നടനാണോ നമ്മള്? ചെറുതായിട്ട് ശ്രമിക്കാല്ലോ എല്ലാത്തിനും. തൊട്ട് സൈഡിൽ ഇവരുടെ കല്യാണ ഫോട്ടോ. എൻഗേജ്മെന്റ്. ഇത് എത്ര വർഷമായപ്പോ നിങ്ങൾ എൻഗേജ്മെന്റ്? 18 വർഷം മുൻപുള്ള ഫോട്ടോ ആണ്. നോക്കി കണ്ട ഒരു മാറ്റവും ഇല്ല എന്നുള്ളതല്ലേ? വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല രണ്ടുപേർക്കും അല്ലേ? രണ്ടുപേരും ഞാൻ വീണേ. ആ ഈ സൗന്ദര്യം കണ്ടിട്ടാണോ? ഈ സൗന്ദര്യം ചേട്ടൻ തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ ഇത്രയും നാളായിട്ട്? ഞാൻ തുറന്നു പറഞ്ഞില്ല. സന്തോഷമായിക്കോട്ടെ. ഇനി ഇവിടെ നമുക്ക് ഇനി ഡൈനിങ് ഏരിയയിലേക്ക് പോകാം അല്ലേ? വളരെ വിശാലമായ 916 ഷോറൂം എന്നൊക്കെ പറയുന്ന പോലെ വിശാലമായ. ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് ഫാമിലിയിൽ. അപ്പൊ എല്ലാരും കൂടുമ്പോ നമുക്ക് ഇരിക്കാൻ സ്ഥലം വേണമല്ലോ. അപ്പൊ അപ്പച്ചൻ അത് കണ്ട് ആണ് ഇത്രയും വലിയൊരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തേക്കണം. ഓക്കെ. ഷൂട്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് അപ്പൊ കഴിക്കാൻ പോകുന്നത് അല്ലേ? അതെ. ചേച്ചി അത് നമ്മൾ പറഞ്ഞില്ലല്ലോ. അത് ഇതിലില്ലല്ലോ. അത് ഞാൻ ചുമ്മാ കൈ നിട്ടതാ. ഇതിപ്പോ മേലെ AC ഒക്കെ ഉണ്ട് നമ്മുടെ ഡൈനിങ് ഹാളിൽ അല്ലേ? അപ്പൊ ചേച്ചി AC ഇട്ട് ഫുഡ് കഴിച്ചാൽ നമ്മള് ഫുഡ് തണുത്ത് പോകത്തില്ലേ? എല്ലാരും റെഡി ആയിട്ടാ കൊണ്ടുവരുള്ളൂ. ഓക്കെ. ഇനി ഈ ഡൈനിങ് ഹാളിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത് അല്ലേ? ആൻഡ് ഈ റൂമിലെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡ് ക്ലോക്ക് ആണ്. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചത്? ആന്റിക് പീസ് ആണോ? എറണാകുളം. ചേച്ചിയുടെ കോൺട്രിബ്യൂഷൻ ആണോ? സെലക്ഷൻ ഇത് തന്നെയാണ്. മൊത്തത്തിൽ അപ്പൊ ചേച്ചിയുടെ സെലക്ഷൻ വലിയ കുഴപ്പമില്ലെന്നാ പറയുന്നത്. ഇഷ്ടാണ്. ഇനി ഈ ഗ്ലാസ് ഇത് പരിപാടികളൊക്കെ എന്താ? ഇത് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണോ ഉദ്ദേശിച്ചത്? ഒരു ഡെക്കർ പീസ് ടേബിളിൽ ഒരു ഡെക്കർ പീസ് ആയിട്ട് രാത്രിയാവുമ്പോ ഞങ്ങൾ ഇതൊക്കെ ഓഫ് ചെയ്ത് കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ കഴിക്കുക എല്ലാ ദിവസം ഒരു പാട്ട് എന്നൊക്കെയാണ് നിതയുടെ ആഗ്രഹം. അത് ഇതൊക്കെയാണ് നിങ്ങളുടെ എന്താ പറയാ വീടിന്റെ കാഴ്ചകൾ. പക്ഷെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, എല്ലാം ഭയങ്കര നീറ്റ് ആയിട്ടാണ് ഇവര് ഈ പറഞ്ഞ പോലെ വീട്ടിലൊക്കെ നോക്കുന്നത്. ചേച്ചിക്ക് പിന്നെയും ബിൽഡപ്പ് വരും. അപ്പൊ സോ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ. ഓക്കെ. നമുക്കിനി കിച്ചണിലേക്ക് പോകുന്നതിന് മുന്നേ പോണോ നിതാ? പോണോ? എന്തായാലും പോണേ ചേച്ചി, വിശക്കുന്നുണ്ട്. എന്തായാലും പോണം. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്ന കിച്ചണിലേക്കാണ്. ഡൈനിങ് ഹാളിന്റെ തൊട്ടപ്പുറത്ത് തന്നെ. ഇത് ഫുള്ളി എന്റെ സാമ്രാജ്യമാണ്. ഓക്കെ. ഇവിടെ ഇവരാരും പ്രവേശിക്കാറേ ഇല്ല. പ്രവേശനം നഹി ഹേ എന്നല്ല, എനിക്ക് ആഗ്രഹമുണ്ട് ഇവര് വരണമെന്ന്. പക്ഷെ ഇവര് കടന്നു തരാറില്ല. നിതക്ക് എപ്പോഴും ഞങ്ങളെ വിളിക്കുന്നതാ ഇവിടെ വന്നിരിക്കാൻ ഒക്കെ പറഞ്ഞിട്ട്. പിന്നെ നിനക്കിനൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വരാറില്ല. കാര്യം നിനക്ക് ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് സെർവ് ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഒറ്റയ്ക്ക് അടുക്കളയിൽ നിൽക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ചേച്ചി ഇവിടെ ഒരു TV ഫിറ്റ് ചെയ്താക്കുന്നത്. സത്യത്തിലതാണ് പുള്ളിക്കാരി. ഈവൻ അതിന് ഈവൻ സൗണ്ട് അത് അതിനകത്ത് മറ്റേ ഓപ്പൺ സൗണ്ട് ഇല്ലായിരുന്നു.
സ്പീക്കർ സൗണ്ട് ഇല്ല, ഞാനതിൽ ബ്ലൂടൂത്ത് സൗണ്ട് മാത്രമേ വെക്കുള്ളൂ. അല്ലാണ്ട് ഭയങ്കര സൗണ്ടിലോട് ടി വി വെക്കാറില്ല. ഞാൻ അതിനകത്ത് ഒറ്റയ്ക്ക് ഞാൻ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തെങ്കിലും അവിടെ ഒരു ഒച്ച അനക്കൊക്കെ എനിക്ക് വേണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ അവിടെ എന്തെങ്കിലും ഒരു സിനിമ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്തിട്ട് ഇവിടെ നിന്നുണ്ട്. അപ്പൊ ഒരു സിനിമയും കഴിയും, ഇവിടെ കറി ഉണ്ടാക്കലും കഴിയും, പണിയും കഴിയും, ഡാൻസ് കളിച്ചോണ്ട് നമ്മൾ കുക്ക് ചെയ്യുകയും ചെയ്യും അല്ലേ? ഡാൻസ് കളിച്ചോണ്ടല്ല, എനിക്കൊരു എന്താ പറയാ ഒരു ലോൺലി ഫീലിംഗ് ഉണ്ടാവരുത്, അതിന് വേണ്ടിട്ട് ഞാൻ സെറ്റ് ചെയ്തു. ചേച്ചി ഇച്ചിരി ഓളത്തിന്റെ ആളാ എന്താ ജിൽ ജിൽ സൗണ്ട് വേണം. ഭയങ്കര ഇഷ്ടമാണ്, ഓൾവേസ് നല്ല ഇഷ്ടമാണ്, എപ്പോഴും വെച്ച് കൊടുത്താൽ അത്രയും നല്ലത്. ഇനി നമ്മൾ ഇവിടെ കടന്നു വരാനുള്ള പ്രധാന കാരണം എനിക്ക് വിശപ്പിന്റെ അസുഖമായിരുന്നു. എന്താ വേണ്ടേ? എന്തായാലും കേക്ക് എങ്കിൽ കേക്ക്, വിശന്നിട്ട് രക്ഷയില്ല. പ്ലം കേക്ക് അല്ലേ ഇത്? ഹോം മെയ്ഡോ? ഹോം മെയ്ഡ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഞങ്ങളെല്ലാം പറയുള്ളൂ. രാത്രി കുറച്ച് നിങ്ങൾ ഗദ്ദാഫിക്ക് തരാൻ വേണ്ടിട്ടല്ലേ സ്പെഷ്യലി മെയ്ഡ്. ഈ തള്ളൊക്കെ തന്നെയാണ് അന്ന് റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നത് അല്ലേ? ഇതിനകത്ത് പ്രത്യേക സാധനമുണ്ട്, വേണ്ടിയിരുന്നില്ല. ഇതറിഞ്ഞെങ്കിൽ ഞാൻ ചോദിക്കില്ലായിരുന്നു. ചേച്ചി ഇച്ചിരി വെള്ളം തരുമോ? വെള്ളം കൊടുക്കുന്നത് തരാലോ. തീർന്നില്ല, പരിപ്പോട് മതി. പരിപ്പുവട ഇത് ഹോം മെയ്ഡ് ആണോ? അതും ഹോം മെയ്ഡ് ആണ് നിങ്ങൾ പറയുന്നത്. ഏതോ ഹോം ഇന്ന് കുഴപ്പമില്ല. ഏതോ ഹോം. പക്ഷെ ഞാൻ പരിപ്പുവട ഉണ്ടാക്കാറുണ്ട്. ചേച്ചി ഉണ്ടാക്കുന്ന ചേട്ടൻ ഇഷ്ടപ്പെട്ട വിഭവം? ശാന്തമായ കുടുംബജീവിതത്തിന് എല്ലാം അംഗീകരിക്കുന്നതാണ്. ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണ്? നമ്മൾ എന്ത് എന്താ പറയണേ, ആകെ ഒരു സാധനം മാത്ര അതും കുക്ക് ചെയ്ത് തന്നിട്ടുണ്ടല്ലേ? എന്താ? ഒരു ഇറച്ചി മാത്രം ഇതാ കഴിക്കില്ല. പോർക്കാണോ? പോർക്കിറച്ചി ഇതാ കഴിക്കില്ല, ഞാൻ കഴിക്കുന്ന ഇവിടെ എല്ലാ ഫംഗ്ഷൻസിനും വേണം. എന്ത് സാധനവും ഞങ്ങൾ കല്യാണം 18 വർഷമായി. ഇതുവരെ പ്രോമി ഇന്ന് എന്താ കറി വെക്കണ്ടേ, അല്ലെങ്കിൽ പ്രോമിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയില്ല. ഭാര്യയോട് സ്നേഹമുള്ളത് കൊണ്ട് എന്തുണ്ടാക്കി തന്നാലും അതെന്റെ ഇഷ്ടമാണ്. എന്തുണ്ടാക്കിയാലും ചേട്ടൻ കഴിക്കാറുണ്ടോ? ചോദിച്ചോക്ക്. പിന്നെ എന്താ പ്രശ്നം? അതൊരു നല്ല കാര്യമല്ലേ? പക്ഷെ എന്നാലും ഒരാള് നമ്മളോട് എനിക്ക് ഇന്ന് ഇന്ന ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു, നീ ഒന്ന് ഉണ്ടാക്കി തരുന്നത് ചോദിക്കുന്നത് ഒരു സുഖമല്ലേ? നാളെ എന്താ വേണ്ടെന്ന് ചേട്ടാ പറഞ്ഞു കൊടുക്കും, ഉണ്ടാക്കി തരും. ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒന്ന് പറ, ഇപ്പൊ പറയാ ചേട്ടാ, ബിരിയാണി പറ. ഞാൻ ഞായറാഴ്ച രാവിലെ ഞായറാഴ്ച മാത്രം, ബാക്കി എല്ലാ ദിവസവും നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കറികളൊക്കെയാണ്. ഞായറാഴ്ച മാത്രം നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ, ഇപ്പൊ പിള്ളേരൊക്കെ ആണെങ്കിലും ഒരു സൺഡേ ബിരിയാണിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫ്രൈഡ് റൈസോ നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് ആയിട്ട് ഉണ്ടാക്കുന്നത് സൺഡേ മാത്രമാണ്. അപ്പൊ സൺഡേ അത് വെക്കുന്നതിന് മുമ്പ് ഞാൻ വെറുതെ ഒന്ന് ചോദിക്കും, പ്രോമി ബിരിയാണി ഉണ്ടാക്കണോ അതോ ചോറ് മതിയോ എന്ന് ചോദിച്ചാൽ, അല്ല എനിക്ക് നൂഡിൽസ്, നമ്മൾ ചോദിക്കുന്നത് എന്താണോ അതിന് ഉത്തരം തരൂല, അതല്ലാത്ത വേറെ എന്തെങ്കിലും അല്ല അടി കിട്ടാത്തതിന് കുഴപ്പം ഇല്ല. കുടുംബജീവിതത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരെന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നീ ഇതെന്തുണ്ടാക്കുന്നോ അത് ഭയങ്കര ബുദ്ധിപരമായ മൂവാണ്. 20 വർഷം, എത്ര വർഷം? 18 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇനി ഈ കിച്ചണിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് മറ്റൊരു ഇവരുടെ ഒരു എന്താ പറയാ ഒരു നിങ്ങളുടെ മാത്രം ലോകത്തിലേക്കാണ്, നിങ്ങളുടെ മാത്രം ഒരു ഭൂതകാലത്തിലേക്ക്, ഭൂതലോകത്തിലേക്ക്. ഏതാണ് ആ ലോകം? ഇപ്പൊ എന്താ ഹോം തിയേറ്റർ ആണോ ചേച്ചി അപ്പുറത്തുള്ള? ഹോം തിയേറ്റർ എന്നൊന്നും പറയരുത്, അത് ശരിക്കും അവിടെ ഞങ്ങളുടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ്. പക്ഷെ ഈ ഒരു കൊറോണയുടെ സമയത്ത് നമ്മളെല്ലാരും വീട്ടിലിങ്ങനെ പെട്ടുപോയ സമയത്ത് ഇപ്പൊ ഒരു ടി വി ഏരിയ കാണിച്ചല്ലോ, അവിടെ നിന്ന് ടി വി കാണുമ്പോഴോ ഞങ്ങൾക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ്. നമ്മൾ സിനിമകളൊക്കെ ആ സമയത്ത് OTT ഇരുന്ന് കാണാൻ തുടങ്ങിയ ഒരു സമയത്താണല്ലോ, അപ്പൊ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ്, ഞങ്ങൾക്ക് ലൈക്ക് ഒരു ഓളക്കുറവ് എന്ന് പറയില്ല, ആ ഒരു സംഭവം. അപ്പൊ സെറ്റ് ചെയ്തതാണ് ഒരു ഏരിയ, ഒരു തിയേറ്റർ ഏരിയ. ആ ഏരിയയിലേക്ക് പോവാം നമുക്ക്. ഇവിടെ ആണ് അപ്പൊ ഇവര് ഇരുന്ന് TV കാണുന്നത്. ഇപ്പൊ എന്താ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്? പാട്ടാണ്. തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു ഫീല് ഈ റൂമിൽ ഇരുന്നാ കിട്ടും. റോഡനാണ് നീ അല്ലേ ഗിറ്റാർ വായിക്കുന്നത്? അത് ഇയാളാ. ഇനി നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് മേലേക്കാ, കുറച്ച് പടികൾ കയറാൻ പോകണം നമ്മള്. ഓക്കെ, ജീവിതത്തിന്റെ പടികളല്ല ഈ വീടിന്റെ പടികൾ.
വേറെ എന്താ ഉള്ള റൂമാണോ? വളരെ റൂംസ്. ഓക്കെ, നമുക്ക് പോയാലോ? ഈ സ്റ്റെയർ ഒക്കെ നമ്മൾ റിനോവേറ്റ് ചെയ്തതിന് ശേഷം പഴയത് തന്നെ? ഒക്കെ പഴയത് തന്നെയാണ്. ഫ്ലോറിംഗ് ഒക്കെ മാറ്റി. മുറിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലേ പ്രോവി? എന്താ പ്രോവി പറ? പെട്ടെന്നൊരു കോൾ, കുഴപ്പമില്ല. പ്രോവിക്ക് അറിയാമോ നോക്കട്ടെ. കല്യാണം കഴിച്ചു വന്ന മുറിയാണ്. സോ റൊമാൻറ്റിക് ഓർമ്മകളൊക്കെ ഉണ്ടായിരിക്കും അവിടെ അല്ലേ? അല്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ബെഡ്റൂം ശരിക്കും ഞങ്ങളുടെ അംഗം ആറാട്ട്. ഞാൻ അങ്ങ് നടന്ന ആറാട്ടിലാണെന്ന റൂമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കാണിച്ചു കൊടുക്കണം മറ്റൊരു സംഭവം. ഈ പറയുന്ന പോലെ ഈ സ്റ്റെയർ ഏരിയയിലുള്ള ഈ ലൈറ്റ്സാ മൊത്തത്തിൽ ഇവിടെ കത്തി നിൽക്കുവാണ് അല്ലേ? അല്ലേ, എല്ലാ ഏരിയയിലും ഈ പറ. അതെന്താ അപ്പൊ ആ സംഭവം എന്താ? അത് ഇതന്നെ പറയും. അത് ഞാൻ എനിക്ക് വരയ്ക്കുന്ന അസുഖം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാതൊന്നുമില്ല. ഇനി പറയാൻ പോണൊക്കെ നോണയാണ്. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഓ, ഈ പറഞ്ഞ ആന്റിക് ആണോ അത്? പറയുമ്പോ മറ്റേ പാട്ട് പറയാം. ചുമ്മാ നാട്ടുകാർ ചുമ്മാ തെറ്റിദ്ധരിച്ചോട്ടെ. അതിന്റെ താഴെ ഇരിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ 9 മക്കളാണ്. അതൊരു തവണ പറഞ്ഞു കേട്ടോ നമ്മള്. ഇഷ്ടാ പറയാൻ. ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ചേട്ടൻ കറുത്ത ഇതിട്ട പയ്യൻ വളരെ നല്ലൊരു പയ്യൻ ചേട്ടനാണത്. ഞാൻ ഒരു തവണ പറഞ്ഞു സുന്ദരനാണെന്ന്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് നൈറ്റ് നടന്ന ആ സ്ഥലം. ഇതാണ് ഒരു സ്വപ്നങ്ങൾ. അതാണ് പിന്നെ എന്തിനാ ചേട്ടൻ ചോദിച്ചു വരുന്നുണ്ടോന്ന്? സാധനത്തിലേക്ക് കൊണ്ടുവരാൻ, നല്ല ഇമോഷൻസിലേക്ക് കൊണ്ടുവരാൻ. നല്ല ഇത് ഇവിടെ ഈ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്. അതെന്താ ചേട്ടാ റിംഗ് ലൈറ്റ് ഒക്കെ? ഞങ്ങളുടെ മറ്റേ സംഭവം അത് പറഞ്ഞപ്പോഴാണ് ഇവർ റീൽ സ്റ്റാർസ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറൽ സ്റ്റാർസ് ആണ് നിങ്ങൾ. എപ്പോഴെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഒപ്പം ചേട്ടനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇല്ല നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നതാ. നന്നായിട്ട് നല്ല റീച്ചുള്ള റീൽസ് ഒക്കെ അല്ലേ? നിങ്ങൾ കട്ടയ്ക്ക് നിൽക്കുന്ന മക്കളും അച്ഛനും അമ്മയും എല്ലാം ഒരു ഈ പറഞ്ഞ പോലെ. ഇതെന്തത് പുറത്തേക്കുള്ള വാതിലാണോ? പുറത്തേക്കുള്ള വാതിൽ നമുക്ക് കാണാൻ പറ്റും. സോ അപ്പൊ ഞാൻ ചോദിക്കണമെന്നല്ല, ഇപ്പൊ ഈ വീടൊക്കെ കണ്ടിട്ട് ഗദ്ദാഫിക്ക് സത്യമായിട്ട് പറയണം, സത്യസന്ധനാണ് ഞാൻ. അത് പറയണം. ഈ വീടിന് എന്ത് പ്രായം തോന്നുന്നുണ്ട്? എത്ര വർഷം പഴക്കം ഉണ്ടാവും ഈ വീടിന്? ഈ വീടിന് ഒരു 6-8 വർഷത്തെ പഴക്കം ഉണ്ടാവോ? ഒന്ന് മയപ്പെടുത്തി പറഞ്ഞു. ഒരു ചാൻസ് കൂടി ഒന്നുകൂടി ഇച്ചിരി മയപ്പെടുത്തി പറഞ്ഞേ. ഒരു 12. നോ, ഇത് ആക്ച്വലി 45 ഇയേഴ്സ് ഉണ്ട് ഈ വീടിന്. 35 വർഷമായി വീട്. ചേട്ടന്റെ പ്രായമാണ് വീടിന്? എന്റെ പ്രായം എനിക്ക് 35-32 ഉള്ളൂ. എത്ര വർഷം മുൻപ്? സോ ആക്ച്വലി ഇത് ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ തറവാടാണ്. സോ ഇത് 45 ഇയേഴ്സ് പഴക്കമുള്ള വീടാണ്. ഇത് നിത അപ്പച്ചനും അമ്മയും വളരെ മനോഹരമായിട്ട് വീട് കൊണ്ടുകിടന്നു. അതിനുശേഷം അത് കറക്റ്റ് ആക്കട കൈ തന്നെ എത്തി. നിത അത് വളരെ അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ഇത് കൊണ്ടു നടക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടു. നല്ല രാത്രി നിത എനിക്ക് സ്പെഷ്യൽ ഭക്ഷണം രാത്രി എനിക്ക് സ്പെഷ്യൽ ആയിട്ടൊരു ഉമ്മ തന്നെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ കൊടുത്തേര് ചേച്ചി, നമുക്കൊരു എക്സ്ക്ലൂസീവ് സാധനവും കിട്ടും. നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് ഇതിന്റെ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട ഒരു ഫേസ് ലിഫ്റ്റിംഗ് ഉണ്ടായത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. കമോൺ. ഇവിടെയാണ് നമ്മളെ സ്മരണകൾ ഉറങ്ങുന്ന ഒരു ഇതൊരു ടെറസ് ആയിരുന്നു, ഇതൊരു ഓപ്പൺ ടെറസ് ആയിരുന്നു ആക്ച്വലി. അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഫേസ് ലിഫ്റ്റിംഗ് കണ്ടില്ലേ, അത് സിമ്പിൾ ആയിട്ട് നമ്മൾ വെറുതെ ഇതാണ് എന്റെ ബിസിനസ് കേട്ടോ. എനിക്ക് അയൺ ആൻഡ് സ്റ്റീലിന്റെ ബിസിനസ് ആണ്. അങ്കവാലിലാണ് പ്രോമി പൈപ്സ് ആൻഡ് ഷീറ്റ്സ്. എന്റെ പേര് തന്നെയാണ്. ചെറിയൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ. സോ അപ്പൊ ഇത് ഈ പൈപ്സ് ആൻഡ് ഷീറ്റ്സ് കൊണ്ട് ഞാൻ ചുമ്മാ ചെയ്തതാണ്. അപ്പൊ വീടിന്റെ ഒരു ഭംഗി മാറി. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 45 വർഷം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ 12 വർഷത്തിലേക്കൊക്കെ വന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് പുറമേ നോക്കുമ്പോ ഈ എലവേഷൻ അല്ലേ? കൊള്ളാം. ഇതാ ഹൈലൈറ്റ് ചെയ്ത് പുറത്ത് കാണിക്കുന്നത്. സക്സസ് ആയിട്ട് ചെയ്ത് എടുക്കാൻ പറ്റി. ഓക്കെ, 70 വർഷം പഴക്കമുള്ള ഈ അൽമാരയാണോ? ഇത് അമ്മക്ക്, ഇതൊക്കെ അമ്മയുടെ അമ്മ 70 വർഷമായി ഉണ്ടാവുന്നത്. അമ്മക്ക് ശ്രീധരൻ കൊണ്ടുവന്ന സാധനം എന്റെ മേരിയമ്മ ഞങ്ങളിപ്പോ എന്തായാലും അമ്മക്ക് കിട്ടിയതാണ്. ഇതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കും. പണ്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ടാണോ മുടിയൊക്കെ ഏറിയിരുന്നത്? പിന്നെ ഇതൊക്കെ ഞങ്ങളെക്കൊണ്ടുപരി അമ്മ എത്ര കാര്യമായിട്ട് കിട്ടിയ സാധനം. അമ്മയുടെ ഒരു ഓർമ്മയ്ക്ക് ഇപ്പോഴും നമ്മൾ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് 7 വർഷമായില്ലേ.
അമ്മ മരിച്ചിട്ട് 7 വർഷമായി, അപ്പച്ചൻ മരിച്ചിട്ട് 12 വർഷം കഴിഞ്ഞു. ഓക്കെ. സിനിമയിലൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുള്ളൂ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ. എന്തായാലും കൊള്ളാം. എന്താ പഠിക്കുന്ന അമ്പലക്കിരിപ്പുണ്ടല്ലോ, ചേട്ടനാണോ മക്കളുടെ? ഫുൾ ജിംനാസ്റ്റിക്സ് ആണോ അവര്? നിങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതൊക്കെ അലർജിയാണ്. ആണോ? പിന്നെ എങ്ങനെ നിങ്ങൾ ഈ ജിമ്മൊക്കെ എടുക്കാതെ ഇത്രയും ഫിറ്റ് ആയിട്ടിരിക്കുന്നത്? ഷട്ടിൽ കളിക്കാൻ പോകും രാവിലെ തന്നെ. എന്റെ അത് വർഷങ്ങളായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഞാനൊരു 8ാം ക്ലാസ് മുതൽ രാവിലെ തന്നെ എന്റെ ഷട്ടിൽ കളി തുടങ്ങും. എല്ലാ ദിവസവും ഇന്നും പോകും. ഇന്ന് വരെ പോയിണ്ടായിരുന്നു, ഇന്നും പോയി. ചേച്ചി എങ്ങനെ ഈ ഫിറ്റ്നസ് ഇങ്ങനെ തന്നെ നിലനിർത്തുന്നത്? അതിന്റെ സീക്രട്ട് എന്റെ അപ്പച്ചനും അമ്മച്ചിയാ. ഓ, അതിന് ഹസ്ബൻഡ് ക്രെഡിറ്റ് ഇല്ല? അല്ല, പക്ഷെ നിത മറ്റേ ഡയറ്റ് അങ്ങനത്തെ എല്ലാവരും ചോദിക്കുന്നത് ഡയറ്റ് എന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് ഡയറ്റ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഞാൻ കുറേ ഞാൻ പറയുമ്പോൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഇത് എക്സസൈസ് ചെയ്യും. എക്സസൈസ് ചെയ്യണം, കാര്യം അല്ലെങ്കിൽ ഇതാ മാസത്തിലൊരിക്കൽ അയ്യോ ഇനി ഒരു സർപ്രൈസിങ് സാധനം ഞങ്ങളുടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഹൈലൈറ്റ് അല്ലേ, ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ഇരിക്കുന്ന സ്ഥലം ഇവിടെ. ഇത് ഞാനും ഇപ്പൊ നിങ്ങൾ കണ്ടപ്പോ ഓർത്തതാ. ശരിക്കും ഇത് തന്നെയാണ് ജീവിതത്തിന്റെ ഭാര്യ എന്ന് പറയുന്ന ലാസ്റ്റ് സീനിൽ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചോണ്ട് ഓർമ്മയ്ക്കായിട്ട് ഇതാ 2 മിനിറ്റ് ഇങ്ങനെ നോക്കിയിട്ട്. എത്ര വർഷമായി? 11 വർഷമായില്ല? എന്തോ 2012 ആ ഷോ. 11 വർഷം. അതിൽ കിട്ടിയ കുറെ ട്രോഫികൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ വളരെ സൂക്ഷിച്ചോടെ വെച്ചേക്കാണ്. കൊള്ളാം. കുറെ ഉണ്ടല്ലോ ഇതും. നിത പ്രോമി ചാർട്ടർ പ്രസിഡന്റ്, RIP അല്ല വിന്നർ UP. ഓക്കെ, കുറെ ഉണ്ട് അല്ലേ? എന്തായാലും ഞങ്ങളൊരു കാർ റാലിക്ക് പോയിണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്ക് പോയോടന്നൊക്കെ ഞങ്ങൾ ഫലകം മേടിച്ചിട്ടാ പോകുന്നത്. മറ്റൊരു കാര്യമുള്ളത് വീട്ടിൽ കാണിക്കണോ? ആനക്കൊമ്പുണ്ടല്ലോ. അതേതോ ബാങ്കുകാർ തന്നല്ലേ അത് പൊട്ടിപ്പോയി. ഇതേതോ മർച്ചന്റ്സ് അസോസിയേഷൻ അങ്കമാലി ഫാമിലി ഫെസ്റ്റ് പരിപാടി സമയത്തൊക്കെ ഇങ്ങനെ എന്താ പറയാ ഇത് തന്നെയായിരുന്നല്ലോ. എനിക്ക് ഈ ഇത് തരുന്നവരോട് ഇപ്പഴല്ല, പണ്ട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഫലകം ഇങ്ങനെ തന്ന് ഇങ്ങനെ ഇരുത്തിനേക്കാൾ ഭേദം പൈസ ആയിട്ട് ഇങ്ങനെ തന്നില്ല. ഈ ഫലകത്തിന്റെ പൈസ ഇത് നമ്മൾ വെക്കാനും ഓർമ്മയാ. അതെ തന്നെ. ഇപ്പൊ പൈസ കിട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഓർമ്മയ്ക്ക് വലിയ പറ്റത്തില്ലല്ലോ. ഇപ്പൊ എന്തോരം ഓർമ്മകളാ അല്ലേ? ഇത് 2 അരയന്നങ്ങൾ ഇങ്ങനെ പ്രാവുകളാണ്. അതെ, ഞങ്ങൾക്ക് ഇതുപോലെ എവിടെന്നോ തന്നതാണ്. എവിടെയോ പോയപ്പോ എന്നാ നമുക്ക് താഴേക്ക് പോകല്ലേ? നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ശ്വേതാമേനോന്റെ ഊഞ്ഞാലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു കാണുമ്പോൾ നിങ്ങൾക്ക് ശ്വേതാമേനോന് ഓർമ്മ വരുന്നില്ലേ ഊഞ്ഞാല് കാണുമ്പോ? ശ്വേതാമേനോൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ്, ഒരാളാണല്ലോ. പിന്നെ അയ്യോ ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി. ചോട്ടെ, ഇതെന്താ ഇതിന്റെ ഓപ്പൺ ഏരിയ? ഇവിടെ ജനലായിരുന്നോ? ഇതൊരു ജനലായിരുന്നു, പഴയ വീടിന്റെ ജനലായിരുന്നു. റിനോവേഷൻ ചെയ്തല്ലോ ഞങ്ങള്. പഴയ വീടിന്റെ കുറച്ച് റിനോവേഷൻസ് ചെയ്തപ്പോ പരിഷ്കരിച്ചായിരുന്നു. അത് നമ്മള് മാറ്റി ഒരു ചെറിയൊരു പഴയ ജനലല്ലേ ഇവിടെ, മരത്തിന്റെ ജനലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാണിച്ചു തരാം സാധനം. ഇപ്പുറത്ത് അങ്ങനെ തന്നെ ഒരെണ്ണമുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ആണോ? ഒന്ന് പൊക്കി കാണിച്ചോ. ഓ, ഈ ജനലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ? സെയിം ഈ സെയിം ജനൽ തന്നെയാണ് 3 വാളിയുടെ. ഓ, അതൊക്കെ ഞങ്ങളിങ്ങനെ ഇതെല്ലാം ഇതാരുടെ ഐഡിയ ആയിരുന്നു പൊളിച്ചിട്ട് ഈ സാധനം വെക്കാൻ? അത് ആക്ച്വലി പൊളിച്ച് വേറൊരു പരിപാടിയായിരുന്നു. അത് പൊളിച്ചു കഴിഞ്ഞത് ചെയ്തപ്പോ ഞങ്ങൾക്ക് അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് അങ്ങനെ തന്നെ അവിടെ ഒരു അത് പൊളിച്ചിട്ട് അവിടെ നമ്മുടെ ഫുൾ ഒരു അക്വേറിയം സ്റ്റൈൽ പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെയാണ്. ബോത്ത് സൈഡ് കാണാലോ. അപ്പൊ എന്നാ പക്ഷെ പൊളിച്ചപ്പോ ഞങ്ങൾക്ക് അത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ അക്വേറിയം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര പാടാണ് ക്ലീൻ ആയിട്ട്. ഓക്കെ. ഇത് കൊള്ളാം. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഹോം ടൂർ കാഴ്ചകൾ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടല്ലേ ഇവിടെ ഹോം ടൂർ ഒക്കെ ചെയ്യുന്നത് അല്ലേ? സന്തോഷമായി എനിക്ക്. അപ്പൊ പിള്ളേരെ ഒന്നുകൂടെ നമുക്ക് ജോയിൻ ചെയ്യാവോ? റോണറ്റ്, റിച്ചാർഡ്, ഗിറ്റാറിസ്റ്റ്, ഡ്രാമ നടൻ എല്ലാവരും ഉണ്ട്. ആൻഡ് അതിന്റെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 2 ആൾക്കാരെ കൂടെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അല്ലേ? ഇതിന്റെ എല്ലാത്തിന്റെയും കാരണക്കാരായിട്ടുള്ള 2 ആൾക്കാര് ഈ വീട്. അതാണ് നമ്മളെ മേരിയമ്മ. മേരിയമ്മയുടെ മറ്റേ ഞാൻ ആ പേര് പറഞ്ഞിങ്ങനെ ഓർത്തിരിക്കുന്നുണ്ട്. മേരിയമ്മ. അപ്പച്ചൻ PA കുര്യാക്കോസ്. റോണി കുര്യാക്കോസ് ആണോ? പ്രോമി കുര്യാക്കോസ്. ഓ, ആ കുര്യാക്കോസ് ചേട്ടന്റെ മോനാണ് ചേട്ടൻ. ഓക്കെ. ഈ മേരിയമ്മക്ക് കിട്ടിയ മറ്റേ സംഭവമാണ് നമ്മളെ നേരെ കണ്ടത്. എന്തായാലും കൊള്ളാം.
താങ്ക് യു സോ മച്ച് ചേട്ടാ. എന്തായാലും നല്ലായിരുന്നു ചേച്ചി. പിന്നെയും പറയും നല്ല വീട്, നല്ല വൃത്തിയും എന്താ പറയാ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വീട്. അതിലൊക്കെ ഉപരിയും ഗദ്ദാഫിയുടെ ഒരു സംഭവങ്ങള് നമ്മള് തന്നെ മറന്നുപോയല്ലേ. വീട് എനർജി സൂപ്പറായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ചേട്ടൻ എന്താ പറയാ ഞങ്ങൾ സാധാരണ വീട് ഇങ്ങനെ ആക്ച്വലി ഞങ്ങൾ വിചാരിച്ച വീട് അങ്ങനെ മുഴുവനായിട്ട് കാണിക്കരുത്. പക്ഷെ ഗദ്ദാഫിയുടെ ആ സാധനത്തിൽ നമ്മൾ വീണുപോയി. ഗദ്ദാഫി അതൊരു ഞങ്ങളൊരു റേഞ്ചിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഞാൻ ഹോം ടൂർ ചെയ്യാത്ത കാര്യം. സ്നേഹം മാത്രം. എന്തായാലും ഗദ്ദാഫിയുടെ ഒരു എനർജി എനർജി മാത്രമേ ഉള്ളൂ ചേച്ചി. എനർജിക്ക് കാശലവില്ലല്ലോ. അപ്പൊ എന്തായാലും അത് മതി. പിന്നെ അല്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. നീ ഇപ്പൊ കാശിയലവ് ഇല്ല എന്ന് പറഞ്ഞ സാധനമല്ലേ, അത് പിന്നാലെ വരും. വരട്ടെ. ഈ എനർജി ഉണ്ടായാൽ മതി. എന്തായാലും കൊള്ളാം. ഈ എനർജിയോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എന്തായാലും നമ്മള് അങ്കമാലിയിലുള്ള ചേട്ടനെയും ചേച്ചിയുടെ വീടാണ് നമ്മൾ കണ്ടത്. ഇതേപോലെ തന്നെ മറ്റൊരു സെലിബ്രിറ്റിയുടെ ഹോം ടൂറുമായിട്ട് തന്നെ നമ്മൾ പിന്നെയും തിരിച്ചു വരും. Till then you guys take care and tune into Milestone Makers. This is RJ Gaddafi, Nida, Promi, നമ്മുടെ പിള്ളേര് signing off from Milestone Makers. Tata, bye bye, take care. Yeah.